നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ഷെയ്ക്കാൻഡിന് വേണ്ടിയിട്ട് അലീനയുടെ നേർക്ക് കൈ നീട്ടുവാണ്. അലീന ഒരു നിമിഷം സ്റ്റാൻലിയെ തന്നെ നോക്കിയിരുന്നു. തൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം തന്നെ പരിചയപ്പെടുത്തിയതാണ്. ലാലിച്ചെന്ന പേര് കൊടുത്തപ്പോഴെല്ലാം ഒരു പ്ലാൻഡറാന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിൽ തൻ്റെ സ്വന്തം അച്ഛന് ഇതായിരിക്കുന്നൊന്നും അലീന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അലീന ഇങ്ങനെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുക. അതുമാത്രമല്ല, അലീന ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചുകൊണ്ടിരുന്നേ. തൻ്റെ പപ്പ എന്ന് പറയുമ്പം തന്നെ കണ്ടു കഴിയുമ്പോൾ സ്വന്തം മോളല്ലേ, ഓടി വന്ന് കെട്ടിപ്പിടിക്കും, ആശ്ലേഷിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇതൊരുമാതിരി വല്ലാത്തൊരിത്. അപരിചിതരെ കാണുമ്പോൾ ഇങ്ങനെ ഷെയ്ക്കാൻ്റെ അടുത്ത് ഹലോ എന്നൊക്കെ പറയുന്നവർക്ക് അതുപോലെ സ്റ്റാലി അലീനയുടെ മുഖത്തേക്ക് നോക്കി. ഷെയ്ക്കാൻ്റെ കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിൻവലിക്കുക ചെയ്തു. ബാലേന്ദ്രന് മനസ്സിലായി അലീനെ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കുന്ന ലക്ഷണം കാണുന്നില്ലെന്ന്. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, അതെ എനിക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ ജോലിക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയും? അവർക്കൊക്കെ കാണുമ്പോൾ എന്തോ തോന്നുന്നത് കരുതിയിട്ടാ. അവരോട് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇതാരാ എന്താ എങ്ങനെയാന്നൊക്കെ. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇനി അലീനയുടെ മുന്നിൽ സ്റ്റാലി അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നിങ്ങൾ ആരാ എന്താ ഏതാ ഞാൻ എവിടേക്കാ ഇവളെ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇവളുടെ മുന്നിൽ ഇനിയിപ്പോൾ കൂടുതൽ അഭിനയമൊന്നും കാഴ്ചവെക്കണ്ട. അപ്പോഴേക്ക് സ്റ്റാലി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, താങ്ക് യു ബാലേന്ദ്രന്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. ശരി, നന്ദി വാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അടുത്ത്. അപ്പോഴേക്ക് സ്റ്റാലി ഒന്ന് നോക്കി അലീന. എന്നിട്ട് പറഞ്ഞു, നല്ല ഒരുക്കി നല്ല സുന്ദരിയായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പൊ കണ്ട ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ് ബാലേന്ദ്രൻ മേനോട് തന്നെയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനിവളെ എൻ്റെ മകളായിട്ടാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ടാ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ. ശരിയാ, അതെനിക്ക് മനസ്സിലായി. അല്ല, ബാലേന്ദ്രൻ കയറി ഇരിക്കാൻ പറഞ്ഞു. എനിക്കിരിക്കാനൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും ഞാൻ പോയേക്കുവാ. എനിക്ക് പോയിട്ട് ഒരല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നേ? പെട്ടെന്ന് അലീനയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അലീന ഒരിക്കലും പ്രതീക്ഷയില്ലത്. ഇവിടം വരെ വരുമ്പോഴും ഇത്ര സമയം നിൽക്കുമ്പോഴും അച്ഛൻ പെട്ടെന്ന് പോകുന്ന കരുതിയില്ല. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, ബാലേന്ദ്ര നിങ്ങൾ ഒരു ദിവസം ഇന്നിവിടെ നിന്നിട്ട് പോയാൽ മതി. ഒറ്റയ്ക്കൊരു ദിവസങ്ങൾ നിന്നിട്ട് പോ. അതൊന്നും പറ്റില്ല, എനിക്ക് പോകണം. എൻ്റെ കുട്ടികൾ അവിടെ തനിച്ചോളന്നൊക്കെ ഒരു കള്ളത്തരം അങ്ങോട്ട് പറയണം. ഇന്ന് ചെല്ലത്തില്ലെന്ന് ലോകത്തിനോട് പറഞ്ഞിട്ടാ വന്നേ. പക്ഷേ എങ്കിൽ ബാലേന്ദ്രൻ അവിടെ നിൽക്കാനായിട്ട് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോഴേക്ക് സ്റ്റാലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തേലും ആഹാരം കഴിക്കാൻ പാ. വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടാ പോന്നേ. കുറച്ച് സമയം ആയിട്ടുള്ളൂ, എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. എങ്കിലും ഒരു കാര്യം ചെയ്യും, ഉള്ള ചായ മാത്രം മതി. അപ്പോഴേക്കും ആൻ്റപ്പൻ അങ്ങോട്ട് വന്നു. ആൻ്റപ്പനോട് പറഞ്ഞു, പോയി ചായ എടുക്കാനായിട്ട് പറഞ്ഞു. ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. അലീന ബാലേന്ദ്രനെ തോണ്ടുവേണം. ബാലേന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്താ? അപ്പോഴേക്കും അലീന പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്താ മോളെ? അത് ഞാൻ എങ്ങനെയാച്ചാ ഇവിടെ നിൽക്കുന്നേ? അതെന്താ? ഒരു അപരിചിതനെ പോലെയൊക്കെ പെരുമാറുന്നേ. സ്വന്തം മകളാന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. കണ്ടില്ലേ, ഷെയ്ക്കാൻഡിന് വേണ്ടിയൊക്കെ കൈ നീട്ടുന്നു. എനിക്കതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. മോളെ, അതൊക്കെ മാറിക്കോളും. നീ സമാധാനമായിട്ട് ഇരിക്കുക. നീ എന്തിനാ വിഷമിക്കണേ? എന്നാലും എനിക്കെന്തോ അച്ഛനോടൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഈ വീട്ടിലെങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? ഞാൻ എവിടെയാ താമസിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അതൊക്കെ നിനക്ക് സ്റ്റാൻലി പറഞ്ഞു തന്നോളൂ. നീ വിഷമിക്കാതിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആൻ്റപ്പം വന്ന് അവരെ അങ്ങോട്ട് ക്ഷണിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആണെങ്കിലോ കുറേ വിഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ എനിക്കൊന്നും കഴിക്കാനൊക്കെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ചായ മാത്രമേ കുടിച്ചുള്ളൂ. അലീന അതുപോലെ തന്നെയായിരുന്നു, ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഈ സമയത്ത് അലീന പതുക്കെ ചോദിച്ചു, അല്ല ഇവിടെ ഇവരൊക്കെ മാത്രമുള്ളോ, വേറെ ആരും ഇല്ലേ? എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവരുടെ ഭാര്യയെ മക്കളൊക്കെ എന്ത് ചെയ്യും, അവരൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അതോ, അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, അപ്പം പിന്നെ അവർ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ? നമുക്ക് നോക്കാം. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ബാലേന്ദ്രൻ അലീനയെ സമാധാനിപ്പിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ അപ്പോഴേക്കും സ്റ്റാലി അങ്ങോട്ട് വന്നു. സ്റ്റാലിയെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ അവരിവിടെ ഇല്ല, അവരഞ്ചലിലാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അല്ല, അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവോ? അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അവരിവിടെ വന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അലീനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചേക്കണം. അതെ, അവളെ ഇവിടെ ഇട്ട് പണ്ട് തട്ടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് ബാലേന്ദ്രൻ വിഷമിക്കുകയൊന്നും വേണ്ട.
ഇവൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇത്രയും കാലം എൻ്റെ മകളെ നോക്കിയില്ലേ, അതിന് നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഏതൊരാളും ചെയ്യുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. വേറൊരാളാണെങ്കിൽ ഒരു കാരണവശാലും അലീനെ അവിടെ നിർത്തത്ത് പോലുമില്ല, അടിച്ചിറക്കത്തുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടായല്ലോ, അത് നിങ്ങളുടെ വലിയ മനസ്സിൻ്റെ ഇതാന്ന് പറഞ്ഞു, നിങ്ങളുടെ വലിയ മനസ്സിനോട് ഉമ്മയാന്ന് പറഞ്ഞു. അതേ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി കഴിയുമ്പോൾ അച്ഛൻ പോവുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എങ്കിൽ ശരി മോളെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അല്ല അച്ഛാ അത് പിന്നെ. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുകയാണ്. മോള് വിഷമിക്കുകയൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. എന്ത് വിഷമമുണ്ടെങ്കിലും ഈ അച്ഛനോട് വിളിച്ച് പറയാൻ മടിക്കരുത്. എന്നാലും അച്ഛാ, അതെ നിനക്ക് വിഷമമാണെങ്കിൽ പിന്നെ നിന്നെ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നല്ലോ. നിനക്ക് ആ വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ലേ. അത് അല്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, നീ എന്നോടൊപ്പം പോരെ. സാരമില്ല അച്ഛാ, ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, നീ പേടിക്കണം എന്തിനാ? അതെ ഒരച്ഛൻ പോകുമ്പോൾ വേറൊരച്ഛനെ തന്നിട്ടില്ലേ പോന്നേ. ഇവിടെ നിനക്ക് വേറൊരച്ഛനുണ്ട്. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ഇവിടെ നിനക്ക് ഒരു രീതിയിലുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അച്ഛൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. അവർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും ഞാൻ പോകുന്നതിൽ. സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ബാലേന്ദ്രനും അലീനയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഒക്കെ സ്റ്റാൻലി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് മനസ്സിലായി അവർ തമ്മിൽ എത്ര അടുപ്പത്തിലാണ്. ശരിക്കും അച്ഛനും മോളെ പോലെ തന്നെയാണ്. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടപ്പോൾ ബാലേന്ദ്രൻ ആ കവളൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എനിക്ക് നല്ല സങ്കടമുണ്ട് അച്ഛാ. എന്തിനാ സങ്കടപ്പെടുന്നേ? ഒരു ഫോൺ കോൾ പോരെ, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞു. അച്ഛാ വിളിക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വല്ലാതെ ആവുമെന്ന് പറഞ്ഞു. സാരമില്ല ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് സ്റ്റാൻലി വല്ലാതൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാൻലിക്ക് അങ്ങനെയുള്ളൊരു ഭാവഭേദം കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇങ്ങനെ സെൻറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പട്ടാളക്കാരനല്ലേ, അപ്പം ആ ഒരു രീതിയിലുള്ള പട്ടാള ചിട്ടയും കാര്യങ്ങളൊക്കെയാണ് സ്റ്റാൻലി. പിന്നീട് ബാലേന്ദ്രൻ കാറിനടുത്തേക്ക് നീങ്ങി, എന്നിട്ട് അലീനയുടെ ഭാഗമൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുവാണ്. ആ സമയത്ത് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അതെ എനിക്ക് ശരി മോളെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ സ്റ്റാൻലിയോടൊക്കെ യാത്ര പറഞ്ഞ് അവരങ്ങോട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് അകത്ത് ആൻ്റപ്പൻ്റെ അടുത്ത് പലോസേന ചോദിച്ചു, അല്ല ഇതാരാ ഇപ്പോൾ വന്നിരിക്കുന്നേ? ആരാ എന്താണെന്നും അറിയത്തില്ല, പക്ഷേ ഈ പറയുന്ന കേണൽ സാബിൻ്റെ മോളുണ്ടല്ലോ ടാനിയ, ആ കൊച്ചിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് ശരിയാ, ഷേപ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്താ ഏതാ എന്നൊന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അതേ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അലീന ഒരു നിമിഷം നിന്നു, തൻ്റെ ഭാഗ്യയിലേക്കൊക്കെ നോക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റപ്പനെ വിളിച്ചിട്ട് സ്റ്റാലിൻ നിർദ്ദേശം കൊടുത്തു. അതെ ആ ഭാഗം കാര്യങ്ങളൊക്കെ അവളുടെ ഇങ്ങെടുത്തോളാൻ പറഞ്ഞു. അതെടുക്കാനായിട്ട് ആൻ്റപ്പൻ വന്നിപ്പോൾ അലീന പറഞ്ഞു, വേണ്ട ഇതൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അയ്യോ അതുപോലെ ഞാൻ എടുത്തോളാം, വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് എടുക്കാനുള്ളതുള്ളൂ, എനിക്കിത് എടുക്കാനറിയാം. ഇതിപ്പോൾ വല്ലാത്ത പുലിവാലായാലോ, കേണൽ സഭ അങ്ങനെ കണ്ടാൽ തന്നെ വഴക്ക് പറയുകയും ചെയ്യും. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ കുട്ടി നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ചീത്ത കേൾക്കേണ്ടി വരും. സാരമില്ല, ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മാനേജ് ചെയ്തോളാമെന്ന് അലീന പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് വന്നിട്ട് ബൈജു ആൻ്റപ്പനോട്, ദൈവമേ ഇത് പണിയാവുന്നാ തോന്നേ, കേണൽ സഭ നമ്മളെ ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്, എന്ത് ചെയ്യാനെന്ന് പറ. ആ കൊച്ചു സമ്മതിക്കുന്നുവല്ലോ, അതൊന്നും സമ്മതിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ. അലീനയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. കാരണം ജോലിക്കാരെ വിട്ടിരിക്കുന്നു, സാധാരണഗതിയിൽ ഇത്രയും കാലത്തിന് ശേഷം മകളെ കണ്ടതാ. അപ്പം മോളെ ഞാൻ പെട്ടിയെടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ കരുതിയിരുന്ന, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അലീന ബാഗൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് കയറുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അതൊക്കെ ആൻ്റപ്പനോട് ഞാൻ എടുക്കാൻ പറഞ്ഞാണല്ലോ, പിന്നെ നീ എന്തിനാ അതും തൂക്കിക്കൊണ്ട് വന്നേ? അതെ ഇതൊക്കെ എനിക്ക് എടുക്കാനുള്ളൂ, അതവിടെ വെച്ചേക്ക്, അത് അവരെടുത്തോളും. സ്റ്റാൻലി ഒട്ടൊരു ആചാരത്തോട് കൂട്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ പെട്ടിയാ, ഇതെടുക്കാനായിട്ട് എനിക്കറിയാം, എനിക്കതിന് ജോലിക്കാരുടെ ഒന്നും ആവശ്യമില്ല. അപ്പോഴേക്കും വല്ലാത്തൊരവസ്ഥയിൽ ആൻ്റപ്പനൊക്കെ നിൽക്കുകയാണ്. ദൈവമേ ഇനിയിപ്പോൾ ഇതിനുള്ള ചീത്ത കേൾക്കണം, കേണൽ സാബിൻ്റെ സ്വഭാവം അറിയാവുന്ന. അപ്പോഴേക്കും അലീന ബാഗൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. സ്റ്റാൻലി പറഞ്ഞു, ആൻ്റപ്പ കൊണ്ടേ മുറി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതും ആൻ്റപ്പന് സ്വന്തം അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല, മോളുടെ മുറിയൊന്നും കൊണ്ടേ കാണിക്കാനുള്ള മര്യാദ പോലും ഇല്ല. ദൈവമേ എങ്ങനെ ഇവിടെ നിൽക്കും എന്നൊക്കെ അലീന ഇങ്ങനെ ഒരു നിമിഷം ഓർത്തു. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, തനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ,
എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. ആ സമയത്ത് ബാലേന്ദ്രൻ തിരികെ പോവുക. ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അലീന വന്നത് മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ മിന്നിമായുവാണ്. ഇത്രയും ദിവസം അതൊരു കുടുംബമായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് തന്നെ തോന്നി, അതിപ്പോൾ ഒരു കുടുംബമല്ല കടപ്പാട്ട് വീട്, കുടുംബം തകർന്നു കഴിഞ്ഞിരിക്കുന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.